ഹലോ, വിജയദശമി ഇന്ന് രാവിലെയാണ് കേട്ടോ. അന്ന് രാവിലെ എണീറ്റു. എല്ലാവർക്കും അമ്പലത്തിൽ പോകേണ്ടതല്ലേ, അങ്ങനെ രാവിലെ എണീറ്റു. പിന്നെ പുറത്ത് വെളിച്ചെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അത്ര ഒരു അഞ്ചര ആയിട്ടുണ്ടാവും, 5:30 ആവുന്നത്ര. അങ്ങനെ പിന്നെ സൂര്യനെല്ലാം ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് അത്ര. അങ്ങനെ ഞാൻ പിന്നെ തലേന്ന് അരി അരച്ച് വെച്ചിന്, ഇഡലി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അരി അരച്ച് വെച്ചിന്. അത് നല്ലോണം പൊങ്ങി വന്നിന് കേട്ടോ. ഇങ്ങനെ ഉപ്പെല്ലിട്ട് എല്ലാം ഇളക്കി വെച്ചു. പിന്നെ വേഗം ഇഡലി ചൂടാൻ നോക്കി. ആദ്യത്തെ ട്രിപ്പ് വാങ്ങി ഇഡലിക്ക് സാമ്പാറാക്കാമെന്ന് വിചാരിച്ചേ, പക്ഷെ സാമ്പാറാക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല. അങ്ങനെ വേഗം പിന്നെ ഞാൻ വെച്ചു കാന്താരി ചമ്മന്തി ആക്കാമെന്ന് വെച്ചിട്ട് കാന്താരി ചമ്മന്തി ആക്കി. അതിന് വേണ്ടിയിട്ട് കാന്താരി, തേങ്ങ, പിന്നെ ഇഞ്ചി, പിന്നെ ലേശം മല്ലിയിലയും കൂടി ഉണ്ട്. മല്ലിയില ഞാൻ ജാറിൻ്റെ അകത്ത് ഇങ്ങനെ മുറിച്ചിട്ട് പോയി. മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, അങ്ങനെ ചമ്മന്തിയെല്ലാം അരച്ച് അതിനെ വറവലിട്ടു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേഗം പിന്നെ അമ്പലത്തിൽ പോയി. മക്കൾ നേരത്തെ അമ്പലത്തിൽ പോയി വന്നേ. അതിന് ശേഷം അവർ ചായ കുടിച്ചത്. അങ്ങനെ നമ്മളും അമ്പലത്തിൽ പോയിട്ടെല്ലാം വന്നു. അമ്പലത്തിൽ പോയി ഞാനും വന്നേ. പിന്നെ ഞാൻ ചായ കുടിക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ അടിപൊളി സോഫ്റ്റ് ഇഡലിയും പിന്നെ കാന്താരി ചമ്മന്തിയാന്ന് ഇന്ന് രാവിലെ ചായക്ക്. ഇഡലിയും ചമ്മന്തിയാന്ന് കറി കേട്ടോ. അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് പോയിന്ന്. പിന്നെ എന്താ പറയുക, ഇന്ന് ഭയങ്കര മഴയാണെന്നുണ്ടായിരുന്നില്ല. വിജയദശമി ആയിട്ട് എങ്ങുമില്ലാത്തൊരു മഴ തന്നെയാണ് രാവിലെ ഉണ്ടായിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേഗം ചായ കുടിക്കട്ട്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, കാന്താരി ചമ്മന്തി നല്ല ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, ലേശം പുളിക്ക് വേണമെങ്കിൽ ലേശം തൈരോ അല്ലെങ്കിൽ പുളിയോ കൂട്ടി അരച്ചാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വേഗം വരെ.